ഹലോ. അപ്പം നമ്മുടെ ഇന്ന് ഡേ 16 ആണ്. ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് നമ്മുടെ ഈ അപ്പത്തിന് എന്താണ് പറയുന്നത്, നൂലപ്പം. 2 നൂലപ്പവും പിന്നെ വെജ് കുറുമയുമാണ് കഴിച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ഹോസ്പിറ്റൽ കേസിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പൊക്കോളുക, ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് വെയിറ്റ് ലോസ് ചെയ്തവർ ഫീഡ്ബാക്ക് പറഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ അതൊന്നും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്യാത്തത്. ഞാൻ തിരിച്ച് റിട്ടേൺ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാം കറൻ്റ്ലി നമ്മുടെ റൊട്ടീനായിട്ട് പോകുന്നതാണ്. അപ്പം രാവിലെ ഞാനത് കഴിച്ചു. എൻ്റെ ഇപ്പോഴത്തെ ഫുഡ് ഒട്ടും ഹെൽത്തി അല്ല കേട്ടോ. ഞാനെങ്കിലും ഇത് വീഡിയോ മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടുന്നത്. ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു ഡയറ്റിലൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് റിട്ടേൺ ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് റെഡിയാക്കാൻ. അതിനുശേഷം ഞാനൊരു 9 മണിക്കാട്ടോ കഴിച്ചത്. പിന്നെ ഞാനൊരു 1 മണി 1:30 ആയപ്പോഴത്തേന് ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചു. ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു, അത് കഴിച്ചു. അപ്പം ഇതും ഒട്ടും ഹെൽത്തി അല്ല. റൈസ് ഐറ്റംസേ ഞാനിപ്പോൾ കഴിക്കാറില്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ കഴിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ ഉണ്ടാവാം, അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. കാരണം എനിക്കിപ്പം പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതാണോടി നിൻ്റെ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്ന്. കാരണം നമുക്കങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ. പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചല്ല നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നു. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാരലായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുവാണ്. എനിക്ക് വെയിറ്റ് ഇപ്പോൾ എത്രയായാലും വീട്ടിൽ ചെന്നിട്ടേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വൈകിട്ട് ഒരു വാട്ടർമെലൺ ജ്യൂസാണ് കുടിച്ചത്. ഇതോടുകൂടി തന്നെ എൻ്റെ ഇന്നത്തെ ഒരു മീൽ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ ചിലപ്പോഴെങ്കിലൊക്കെ ചില ദിവസങ്ങളിൽ വൈകിട്ട് വല്ല എണ്ണ പലഹാരങ്ങൾ, ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ കഴിക്കാറുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം നടക്കും. പക്ഷേ എനിക്കിപ്പോൾ കറക്റ്റ് 10,000 നടക്കാൻ പറ്റുന്നില്ല. ഞാനൊരു 5,000 ഒക്കെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് മാക്സിമം എത്ര നടക്കാൻ പറ്റുന്നോ അത്ര നടക്കുക. പിന്നെ ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ സ്റ്റെപ്സ് മാക്സിമം കയറും. നമ്മൾ താഴെ പോകേണ്ട, നമ്മൾ ഫ്ലോറിൽ നിന്ന് താഴോട്ട് പോകേണ്ട ആവശ്യങ്ങൾ വരുമ്പോഴത്തേനും ഞാൻ മാക്സിമം സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് യൂസ് ചെയ്യാണ്ട് തന്നെ. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഒരു ഈസി ആയി പോകാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഒരു ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ മാളിലോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ എന്തെങ്കിലും ഷോപ്പിലോ ഒക്കെ പോകുമ്പോഴത്തേന് മാക്സിമം നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യാതെ സ്റ്റെപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാലറി ബേൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാക്സിമം സ്റ്റെപ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നടക്കുകയും ചെയ്യും കുറച്ച് നേരം, എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്നതാണ്. കാരണം നമുക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് നടക്കുന്ന പോലെ ഇവിടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്രാക്ക് വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ് തിരിച്ച് ഈ ട്രാക്കിലോട്ട് വരാൻ വേണ്ടി. അതുകൊണ്ട് കഴിവതും ഇതൊന്ന് നമ്മൾ ഡെയിലി ഒന്ന് റൊട്ടീനാക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് ഒന്ന് സക്സസ് ആവും. കാരണം ഞാനിപ്പോൾ തന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ റൊട്ടീൻ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പല ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ തന്നെ എനിക്ക് വെയിറ്റ് കൂടുമോ എന്നുള്ള ടെൻഷനുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വെയിറ്റ് ഒന്നും കൂടുകയല്ല, പക്ഷെ നമ്മുടെ ഒരു പേടി കാരണം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ട്രാക്ക് തെറ്റിക്കാതെ ആ ഒരു ഡയറക്ഷനിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനത്തെ ഒരു ഇത് ട്രൈ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. പിന്നെ ഇപ്പോൾ എനിക്ക് അങ്ങനെ പ്രോട്ടീനായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടേതായ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാണ്ട് തന്നെ, പിന്നെ നമ്മുടെ സിറ്റുവേഷൻ നമുക്കേ അറിയത്തുള്ളൂ. നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പോഴേ നമുക്കൊരു സക്സസ്ഫുള്ളായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ ഡേ 17 കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.